നമസ്കാരം. ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സിലബസ് ആണ്. സിലബസിൻ്റെ ഒരു ജനറൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. സോ ഫസ്റ്റ് പാർട്ട് ജനറൽ നോളജ് ആണ്. അതിലെന്ന് പറഞ്ഞാൽ 50 മാർക്സിനാണ് ഓൾ ടുഗെദർ ജനറൽ നോളജ് വരുന്നത്. അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് സിവിക്സ് നമുക്ക് 10th ലെവൽ എക്സാമിന് ഇല്ല. 10th ലെവൽ എക്സാമിന് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗമാണ്. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇതെല്ലാം കൂടെ 50 മാർക്സിനാണ് വരിക. അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ട് പറയുമ്പം സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ്. അപ്പോൾ ബേസിക് മാത്സും റീസണിങ് കാര്യങ്ങളൊക്കെ അത് 20 മാർക്സിന്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്സിന്, പിന്നെ ലാംഗ്വേജ് മലയാളം, കന്നഡ, തമിഴ് ഏതാച്ച ഗ്രാമറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ 10 മാർക്സിന്. സോ ഇങ്ങനെയാണ് ഒരു ജനറൽ കാര്യം വരുന്നത്. പിന്നെ ഡിഗ്രി ലെവൽ എക്സാമിനെന്ന് പറയുമ്പം പെർട്ടിക്കുലർലി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഇല്ല. നമ്മൾ ഈ പറഞ്ഞു പോയ എല്ലാത്തിൻ്റെയും റെലവെന്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്സിന്റെ റെലവെന്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും അതിൻ്റെ കൂടെ നമ്മൾ കാച്ചപ്പ് ചെയ്ത് പോവുക, അങ്ങനെയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് അവർ ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ജനറൽ നോളജ് എന്നുള്ള ഭാഗത്ത് നമ്മൾ സബ് ടോപ്പിക്സ് എടുക്കുമ്പം ഫസ്റ്റ് വരുന്നത് ഹിസ്റ്ററിയാണ് 10 മാർക്കിന്. അപ്പം അതിൽ നമ്മൾ 3 സ്ട്രാൻഡ്സ്, കേരള, ഇന്ത്യ, പിന്നെ അതുപോലെ വേൾഡ് ഹിസ്റ്ററി. അത് ഈ പറഞ്ഞ പോലെ 10th ലെവൽ എക്സാമിന്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പത്രത്തിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ അതും കൂടെ ഇതിന്റെ കൂടെ കാച്ചപ്പ് ചെയ്ത് പോവുക, അങ്ങനെ. പിന്നെ രണ്ടാമത്തെ സബ് ടോപ്പിക് ആയിട്ട് വരുന്നത് ജോഗ്രഫിയാണ്. അതിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി, ഇപ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഇന്ത്യ, കേരള. അപ്പം ഇതിൻ്റെയൊക്കെ തന്നെ ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോഴും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് അപ്പം വരുന്ന അപ്ഡേറ്റ്സ്, പിന്നെ നമ്മുടെ എന്തെങ്കിലും അമെൻമെന്റ്, നമ്മുടെ കൺവെൻഷൻസ്, ഗ്ലോബൽ എർത്ത് സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമ്മിറ്റുകൾ, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പം അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. അതുപോലെ പിന്നെ വരുന്ന ടോപ്പിക് എക്കണോമിക്സ് ആണ് 5 മാർക്കിന്. അപ്പോൾ എക്കണോമിക്സിലാണെങ്കിലും ഇപ്പൊ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ നീതി ആയോഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ RBI, അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും അതിന്റെ ഹെഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ, അപ്പോൾ അവരിൽ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നത്, അവരുടെ അപ്പോയിന്റ്മെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. പിന്നെ സിവിക്സിൽ ഈ പറഞ്ഞ പോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും. എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫാക്ച്വൽ ആണ്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ്, ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ സിറ്റിസൺ ആൻഡ് സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയാണ് സിവിക്സിൽ കൂടുതലും വരുന്നത്. അപ്പൊ സോഷ്യൽ വെൽഫെയർ, ഇവിടെ സോഷ്യൽ വെൽഫെയർ, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിവിക്സിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോളിസീസ്, അതുപോലെ പുതിയ ബിൽസ് ആൻഡ് പിന്നെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്, അങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള വാർത്തകൾ കാണുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിന്. അവിടെ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തൊട്ട് അങ്ങനെ യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനെ ആ കാര്യങ്ങൾ, അതിൻ്റെതായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ അതും. ഇനി ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, അതിൽ തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പൊ അത് 10 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ റെക്കോർഡുകൾ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ പുതിയ അവാർഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, മെഡൽസ്, പിന്നെ എവിടെയൊക്കെയാണ് നടക്കുന്നത്, വെന്യൂസ്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ സാഹിത്യത്തിൽ പറഞ്ഞ പോലെ ജ്ഞാനപീഠം അവാർഡ്, പിന്നെ അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന എഴുത്തുകാർ, അവരുടെ തൂലികാ നാമങ്ങൾ. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഏതെങ്കിലും നോവലിലെ കഥാപാത്രങ്ങളെ തന്നിട്ട് ഇത് ഏത് നോവലിലെ, അങ്ങനെയൊക്കെ ഈ കഥാപാത്രങ്ങളുടെ മാച്ച് ദ ഫോളോയിങ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ സംസ്കാരം, കേരളത്തിലെ ആഘോഷങ്ങൾ, ഈ ഓരോ പർട്ടിക്കുലർ കലാരൂപങ്ങളൊക്കെ എവിടെ നിന്നാന്നൊക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ സാംസ്കാരിക കേന്ദ്രങ്ങൾ എവിടെയാണ്, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ കോൺട്രിബ്യൂഷൻസ്, ഇപ്പൊ ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവോത്ഥാന നായകരുടെ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ കേരള ഹിസ്റ്ററിയിലാണ് വരുന്നത്, നവോത്ഥാന നായകരൊക്കെ. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ,
അതിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് 5 മാർക്കിന്. പിന്നെ ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഇതും അതിന്റെ റിലേറ്റഡ് ടോപ്പിക് തന്നെയാണ്. പിന്നെ അതിന്റെ റിലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അങ്ങനെ ഇപ്പൊ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഇപ്പം ഏറ്റവും പുതിയ വേർഷൻ പുതിയത് വന്നു, അപ്പൊ അതിനനുസരിച്ച് അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് പുതിയ മോഡൽ എങ്ങനെയൊക്കെയാണ് പുറത്തിറങ്ങുന്നത്, അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ അപ്ഡേറ്റ്സ് കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കിനുണ്ട്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ. പിന്നെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, പിന്നെ എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി. അപ്പൊ ഈ ഒരു ഭാഗം 5 മാർക്കിനുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ സയൻസ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ. ഇത്രയാണ് സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇത്രയും സബ് ടോപ്പിക്സ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കി പോവാ. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ 20 മാർക്സ് ആണ് ടുഗെദർ. അതിൽ സിമ്പിൾ അരിത്തമെറ്റിക്, ബേസിക് മാത്സ്, അതിന് 10 മാർക്കും, പിന്നെ 10 മാർക്ക് മെന്റൽ എബിലിറ്റിക്ക്. ഇത് നമ്മൾ എല്ലാ എക്സാമിനും എൻകൗണ്ടർ ചെയ്യുന്നതാണ്. പിന്നെ ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, അതിൽ തന്നെ 10 മാർക്ക് ഇംഗ്ലീഷ് ഗ്രാമറിന്, 10 മാർക്ക് വൊക്കാബുലറിക്ക്. പിന്നെ മലയാളം, അത് മലയാളം, കന്നഡ, തമിഴ് ഏത് ലാംഗ്വേജ് ആണോ അതിനനുസരിച്ച് അതിനും 10 മാർക്ക്. അപ്പൊ അതിൽ ഗ്രാമറും പിന്നെ ഇതുപോലെ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, അങ്ങനെ വാക്യശുദ്ധി, പദശുദ്ധി, ഇപ്പോൾ ഇത്രയും 10-14 സബ് ടോപ്പിക്സ് ആണുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. പിന്നെ ഇതല്ലാതെ ഇപ്പം മെയിൻസ് എക്സാംസ് ഒക്കെ വരുമ്പം അതിന്റെ സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ എക്സാംസ് വരുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ സിലബസ്, മെയിൻസിന്റെ സിലബസ് എങ്ങനെയാണോ അതിനെ പറ്റിയിട്ട് നമ്മൾ അപ്പം വീഡിയോ ചെയ്യുന്നതായിരിക്കും അതത് എക്സാംസ് വരുന്ന സമയത്ത്. സോ ഈ ഒരു സിലബസ് ഇത് മനസ്സിലുണ്ടായിരിക്കുക. ഇത് വെച്ച് നമ്മൾ നമ്മുടെ പഠനം ഓർഗനൈസ് ചെയ്യുക. അത്രയൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.